ഹായ് ഗായ്സ്, വെൽക്കം ടു നോക്ക് എജു. ഞാൻ ആസിൽ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഡാറ്റാബേസിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കായ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന ടോപ്പിക്കാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിലേഷണൽ ഡാറ്റ മോഡൽ എടുക്കുന്നുള്ളത്. അപ്പൊ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോ സീരീസിൽ ഈ വീഡിയോയിൽ നിന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് വെച്ചാൽ നമ്മൾ ഡാറ്റാബേസ് എന്താണെന്ന് നോക്കില്ല. ഡാറ്റാബേസ് പറഞ്ഞാൽ ഡാറ്റകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ ഡാറ്റാബേസ് എന്ന് വിളിക്കുക. അപ്പോ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് വെച്ചാൽ ഈ ഡാറ്റാബേസിലുള്ള ഡാറ്റകളൊക്കെ ഇല്ലേ ഒരു ടേബിളിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് വിളിക്കുക. ഓക്കെ, ആ ടേബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻസ് എന്ന്. ഇപ്പൊ റിലേഷണൽ ഡാറ്റ മോഡൽ എന്ന് പറയുമ്പോൾ അതിലുള്ള ഡാറ്റകളിലൊക്കെ ഒരു ടേബിളിന്റെ ഫോമിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ടേബിൾസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേഷൻസ് എന്ന്. ഓക്കെ, അപ്പോ ഓരോ റിലേഷനും ഓരോ യുണീക്ക് നെയിം ആയിരിക്കും. ഓരോ റിലേഷനും വ്യത്യസ്ത പേരുകളായിരിക്കും. ഇങ്ങനെ ടേബിളായിട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ നമുക്കറിയാം. ടേബിളായിട്ട് എന്താ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്കത് വായിക്കാനും ഈസി ആയിരിക്കും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഈസി ആയിരിക്കും. അപ്പൊ റിലേഷണൽ ഡാറ്റ മോഡലിന്റെ ഒരു ഗുണമാണ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ടേബിളിന്റെ ഫോമില് ഡാറ്റകളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ Dbms എന്ന് വിളിക്കുന്നത്. Dbms എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡാറ്റകളിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, ഈ ഡാറ്റകളിനെ ടേബിളിന്റെ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പൊ ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റകളുടെ ഒരു കൂട്ടം, അതിനെ Dbms എന്ന് പറയുമ്പോൾ ഡാറ്റാബേസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് ടേബിളിന്റെ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഒരു R കൂടി വരും, Dbms. അപ്പൊ Dbms എന്ന് പറയുമ്പോൾ ഒരു ഡാറ്റകളിനെ ടേബിൾസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതാണ് Dbms വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം Dbms കുറെ ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. സെലക്ട്, പ്രോജക്ട്, കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്, അങ്ങനെ കുറെ ഓപ്പറേഷൻസ്. വളരെ രസകരമായ ഒരു ടോപ്പിക്കാണ്. മനസ്സിലാക്കി പഠിച്ച് എക്സാമിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ്. പക്ഷെ ആ ഓപ്പറേഷൻസ് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ടെർമിനോളജീസ് പഠിക്കാനുണ്ട്. ടെർമിനോളജീസ് പറഞ്ഞാൽ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം പഠിക്കുമ്പോൾ അതിൽ അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ. Dbms നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു 8 വാക്കുകളുണ്ട്. ആ വാക്കുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് എൻറ്റിറ്റി. എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റിയൽ വേൾഡിലുള്ള ഒരാളെ ആവാം, അല്ലെങ്കിൽ ഒരു സാധനത്തെ ആവാം, അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഒരു എൻറ്റിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു സ്കൂളിനെ നമ്മളൊരു എൻറ്റിറ്റി എന്ന് വിളിക്കാം, അതൊരു സാധനം. അതേപോലെ ഒരു സ്റ്റുഡന്റിനെ ഒരു എൻറ്റിറ്റി എന്ന് വിളിക്കാം. ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയ സാധനങ്ങളെ, റിയൽ വേൾഡിലുള്ള സാധനങ്ങളെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കാറുള്ളത്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ്, അത്ര നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ആവാം, അല്ലെങ്കിൽ ഒരു സ്കൂൾ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി ആവാം. അങ്ങനെ റിയൽ വേൾഡിലുള്ള തിങ്സിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ രണ്ടാമത്തെ ടെർമിനോളജിയാണ് റിലേഷൻ. റിലേഷൻ എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞതിന്റെ ആവശ്യമില്ല. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ ആണ് കേട്ടോ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ. അപ്പൊ റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡാറ്റയെ റോസും കോളംസ് ആയി തരംതിരിച്ച് കാണിക്കുന്നതിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുക. അതിന്റെ അർത്ഥം റിലേഷൻ എന്ന് പറഞ്ഞാൽ ടേബിൾ ആണ്. അപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എക്സാമ്പിളില് ടേബിളിന്റെ പേര് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ആ റിലേഷന്റെ പേര് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ആണ്. റിലേഷൻ എന്ന് പറയുമ്പോൾ ഡാറ്റിനെ റോയും കോളംസ് ആക്കി കാട്ടുന്നതിനാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുക. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ടേബിൾസിനെയാണ് നമ്മൾ റിലേഷൻസ് എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ മൂന്നാമത്തെ ടെർമിനോളജിയാണ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത്തെ ടെർമിനോളജി ട്യൂപ്പിൾ. ട്യൂപ്പിൾ എന്ന വാക്കാണ്. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ടേബിളിലുള്ള റോസിനെയാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ട്യൂപ്പിളിലെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു എൻറ്റിറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആ ട്യൂപ്പിളിൽ ഉണ്ടാവും. എൻറ്റിറ്റി പറഞ്ഞാൽ എന്താ പറഞ്ഞു? എൻറ്റിറ്റി പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ ആളോ വസ്തു എന്ത് തന്നെയാവും. ഉദാഹരണത്തിന് നിങ്ങൾ ഈ ടേബിൾ നോക്കൂ. ആ ടേബിളില് ഓരോ റോസ് ഇല്ലേ? അപ്പൊ ഓരോ റോയും ഓരോ സ്റ്റുഡന്റിന്റെ മാർക്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. മാർക്ക്, അവൻ ഏതാ കോഴ്സ്, ഏതാ റോൾ നമ്പർ. ഓക്കെ, അപ്പൊ ഓരോ സ്റ്റുഡന്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഓരോ റോയിലും ഉള്ളത്. ആ റോയിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ട്യൂപ്പിൾ. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ റോ. ട്യൂപ്പിളിന്റെ പ്രത്യേകത പറഞ്ഞാൽ അത് ഒരു എൻറ്റിറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിലുണ്ടാവും. ആ ടേബിളിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു സ്റ്റുഡന്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഓരോ റോയിലും ഉണ്ട് അല്ലെ? അതാണ് ട്യൂപ്പിൾ എന്ന് പറയുന്നത്.
അപ്പൊ നാലാമത്തെ നമ്മൾ നോക്കാൻ പോകുന്ന ടെർമിനോളജി പറയുന്നത് ആട്രിബ്യൂട്ട്. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ കോളംസിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഈ ടേബിളിൽ അഡ്മിഷൻ നമ്പർ, നെയിം, ക്ലാസ്, ബാച്ച്, മാർക്ക് അങ്ങനെ വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ അങ്ങനെ വരുന്ന ഓരോ കോളത്തിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുക. അപ്പൊ ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോളംസ് ഓഫ് എ ടേബിൾ, അതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുക. അടുത്തത് നോക്കാൻ പോകുന്ന ടെർമിനോളജി പറയുന്നത് ഡിഗ്രി. ഡിഗ്രി എന്താ വെച്ചാൽ നമ്മൾ നമ്പർ ഓഫ് കോളത്തിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുക. നമ്പർ ഓഫ് കോളത്തിനെയാണ് ഡിഗ്രി എന്ന് വിളിക്കുക. അപ്പോ ഉദാഹരണത്തിന് ഈ എക്സാമ്പിളിൽ മൊത്തം ഇപ്പൊ എത്ര കോളം ഉണ്ട്? അതായത് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട് എന്ന് പറയുന്ന 6 കോളമാണുള്ളത്. അപ്പോ ഈ ടേബിളില് 6 ഡിഗ്രി എത്രയാണ് ചോദിച്ചാൽ 6. ഇപ്പൊ ഡിഗ്രി എന്ന് പറയുമ്പോൾ എത്ര കോളം ഉണ്ടോ അതിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുക. നമ്പർ ഓഫ് കോളംസിനെയാണ് നമ്മൾ ഡിഗ്രി എന്ന് വിളിക്കുക. ഓക്കെ. അടുത്ത ടേം എന്ന് പറയുന്നത് കാർഡിനാലിറ്റി. കാർഡിനാലിറ്റി എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് റോസിനെയാണ് കാർഡിനാലിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. കാർഡിനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ്. ഉദാഹരണത്തിന് ഈ ടേബിളില് 8 റോസ് ആണുള്ളത്. കൺഫ്യൂസ് ആവണ്ട, ആ മേലെ തന്നിരിക്കുന്ന ഹെഡിങ് റോയിൽ പെടില്ല, ടേബിൾ ഹെഡിങ് ആണ്. അതിന്റെ താഴെ നിങ്ങൾക്ക് 101 മുതൽ 108 വരെ വരുന്നില്ലേ, അതിനാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുക. അപ്പോ 8 റോസ് ആണുള്ളത്. അപ്പോ ഇതിന്റെ കാർഡിനാലിറ്റി എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നതുള്ളൂ 8 എന്ന്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ട്യൂപ്പിൾ ആട്രിബ്യൂട്ട്, കാർഡിനാലിറ്റി, ഡിഗ്രി കൺഫ്യൂസ് ആവണ്ട. ട്യൂപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു ടേബിളിലെ റോസിനെയാണ് നമ്മൾ ട്യൂപ്പിൾ എന്ന് വിളിക്കുക. കോളംസിനെ നമ്മൾ വിളിക്കുന്ന പേര് ആട്രിബ്യൂട്ട്. അതുപോലെ നമ്പർ ഓഫ് റോസ് ആണെന്നുണ്ടെങ്കിൽ കാർഡിനാലിറ്റിയും, നമ്പർ ഓഫ് കോളംസ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടി TC എന്നും AD എന്നും കോഡ് വേർഡ് വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. TC എന്ന് പറയുമ്പോൾ ട്യൂപ്പിൾ, അതിന്റെ നമ്പേഴ്സിന് വിളിക്കുന്ന പേര് കാർഡിനാലിറ്റി. AD എന്ന് പറയുമ്പോൾ ആട്രിബ്യൂട്ട്, ആട്രിബ്യൂട്ടിന്റെ നമ്പേഴ്സിനെ വിളിക്കുന്ന പേര് ഡിഗ്രി. ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ. അടുത്ത ടെർമിനോളജി എന്ന് പറയുന്നത് ഡൊമൈൻ. ഡൊമൈൻ എന്ന് വെച്ചാൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് വാല്യൂസ് ഫ്രം വിച്ച് ആക്ച്വൽ വാല്യൂ ഈസ് ടേക്കൺ. അതായത് ഉദാഹരണത്തിന് ഡൊമൈൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടേബിൾ നോക്കുക. ഈ ടേബിളില് നമുക്ക് ആ ബാച്ച് എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എന്തൊക്കെയായിരിക്കും? ഒന്നില്ലെങ്കിൽ സയൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ കൊമേഴ്സ് കൊടുക്കുക, അല്ലെ? ഇതല്ലാതെ ബാച്ച് എന്നൊരു കോളത്തിൽ ഞാൻ 108 എന്ന് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ബാച്ച് എന്ന കോളത്തിൽ ഞാൻ എന്തോ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളത് അതിൽ ഫിക്സഡ് ആണ്. അതിന് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഓപ്ഷൻസ് നമുക്ക് ഏത് വാല്യൂസ് ആണോ ഒരു ഇതിൽ കൊടുക്കാൻ പറ്റുക, അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുക. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഇത് കണ്ടില്ലേ, റിസൾട്ട് എന്ന് പറയുന്ന കോളം, അതിലൊന്നുമില്ലെങ്കിൽ നമുക്ക് EHS അല്ലെങ്കിൽ LHS കൊടുക്കാൻ പറ്റുള്ളൂ. EHS പറഞ്ഞാൽ പാസ്സായി എന്നർത്ഥം, LHS പറഞ്ഞാൽ ഫെയിലായി എന്നർത്ഥം. അപ്പൊ EHS LHS കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ആ റിസൾട്ട് എന്നുള്ള കോളത്തില് 105 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ നമുക്ക് ആ കോളത്തിൽ കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഉണ്ടാവില്ലേ, ആ വാല്യൂസിന്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കാറുള്ളത്. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്ന ടെർമിനോളജി എന്ന് പറയുന്നത് സ്കീമ. സ്കീമ എന്ന് വെച്ചാല് ഒരു ഡാറ്റാബേസിന്റെ ഓവറോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കാറുള്ളത്. ഒരു ഡാറ്റാബേസിന്റെ ഓവറോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുക. അപ്പൊ ഒരു സ്കീമ എന്ന് പറയുമ്പോൾ അതില് ആ റിലേഷന്റെ പേരുണ്ടാവും. ആ റിലേഷന്റെ പേര്, അതിലുള്ള കോളംസിന്റെ പേര്, ആ കോളംസിൽ അടങ്ങിയിരിക്കുന്ന ഡാറ്റയില്ലേ അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത്. ഉദാഹരണത്തിന് ഈ എക്സാമ്പിൾ നോക്കുക. ഇതില് സ്റ്റുഡന്റ് എന്നാണ് ആ റിലേഷന്റെ പേര്. പിന്നെ അതിലുള്ള കോളംസ് ആണ് അഡ്മിഷൻ നമ്പർ, റോൾ നമ്പർ, നെയിം, ബാച്ച്, മാർക്ക്, റിസൾട്ട് എന്ന് പറയുന്ന കോളംസ്. അതിൽ വാല്യൂസ് ആണ്. അതിൽ വാല്യൂസ് ഒക്കെ എന്ത് തരം വാല്യൂസ് ആണ്? ഇന്റിജർ ആണോ, ക്യാരക്ടർ ആണോ, ഡെസിമൽ ആണോ, അങ്ങനെ പറയുന്ന ഡീറ്റെയിൽസ്. അപ്പോൾ ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഒരു ഡാറ്റാബേസിന്റെ സ്കീമ, അതായത് സ്ട്രക്ചറിൽ ഉണ്ടാവും. ഓക്കെ. അപ്പൊ സ്കീമ എന്ന് പറഞ്ഞ ഡാറ്റാബേസിന്റെ സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്കീമ എന്ന് വിളിക്കുക. ഓക്കെ. പിന്നെ അടുത്ത നമ്മൾ നോക്കുന്ന ടെർമിനോളജിയാണ് ഇൻസ്റ്റൻസ്. ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ നോക്കുമ്പോൾ സെറ്റ് ഓഫ് ട്യൂപ്പിൾസ് ഇൻ വിച്ച് ഈച്ച് ട്യൂപ്പിൾ ഹാസ് ദ സെയിം നമ്പർ ഓഫ് ഫീൽഡ്സ്. അതായത് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ട്യൂപ്പിൾസ് ആണ്. ട്യൂപ്പിൾസ് എന്ന് പറഞ്ഞാൽ റോ. ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റോസ് ആണ്. ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് കോളംസ് ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് പറയുക. അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആ ടേബിൾ തന്നെയാണ്. ആ ടേബിൾ ഒരു ഇൻസ്റ്റൻസ് ആണ്, ഒരു ഇൻസ്റ്റൻസിന്റെ എക്സാമ്പിൾ ആണ്. കാരണം അതിൽ ഓരോ റോയിലും ഈക്വൽ നമ്പർ ഓഫ് കോളംസ് തന്നെയാണ് ഉള്ളത്. ഓക്കെ.
അപ്പോൾ ഓരോ സെറ്റ് ഓഫ് റോസ് ഇൻ വിച്ച് ഈച്ച് റോ ഹാസ് എക്സാക്ട് സെയിം നമ്പർ ഓഫ് കോളംസ്. അപ്പോൾ ഓരോ റോയിനും ഈക്വൽ നമ്പർ ഓഫ് കോളംസ് ഉള്ളതിനെയാണ് നമ്മൾ ഇൻസ്റ്റൻസ് എന്ന് വിളിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ ടെർമിനോളജീസ് ഇൻ RDBMS എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് RDBMS എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു ഡാറ്റാബേസിന് ടേബിളിന്റെ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ RDBMS എന്ന് വിളിക്കുക. അതിൽ ടേംസ്, അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇൻസ്റ്റൻസ് കീ, ഇൻസ്റ്റൻസ് കാർഡിനാലിറ്റി, ഡിഗ്രി, ട്യൂപ്പിൾ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റ് മെയിൻ ആയിട്ട് ആദ്യത്തെ 6 എന്തായാലും അറിഞ്ഞിരിക്കണം. ഡിഗ്രി, ട്യൂപ്പിൾ, കാർഡിനാലിറ്റി എന്ന് പറയുന്നതൊക്കെ. അപ്പൊ നിങ്ങൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇതിൽ ചെയ്യാൻ ഓപ്പറേഷൻസ് ആണ്. സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്ട് ഓപ്പറേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പൊ കൂടുതൽ കുട്ടികൾക്ക് ഡൗട്ടുള്ള ടോപ്പിക്കാണ്. മാക്സിമം എളുപ്പത്തിൽ തന്നെ ഞാൻ എടുത്തുതരാൻ ശ്രമിക്കാം. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് എന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.